കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കുമരകം ഉൾപ്പെടെ കുട്ടനാടിന്റെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ ഒക്കെ കാര്യമായ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട്. നിലവിൽ ഈ മധ്യ കേരളത്തിലെ അവസ്ഥ എന്താണ്? മഴ ഇപ്പോൾ അന്തരീക്ഷം കണ്ട് അല്പം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. രാത്രി മഴയുണ്ടായിരുന്നു, എന്താണ് അവസ്ഥ? ശ്യാമ, ശ്രീജ, രാത്രി മഴ ഉണ്ടായിരുന്നു. ശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു, അതിശക്തമായ മഴയുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അതിശക്തമായ കാറ്റുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോട്ടയം ജില്ലയുടെ മാത്രം കണക്കെടുത്താൽ ഇന്നലെ അതിശക്തമായ കാറ്റാണ് രാത്രി ഉണ്ടായത്. കോട്ടയത്ത് 61 കിലോമീറ്റർ പെർ അവർ എന്ന നിലയിലുള്ള കാറ്റും കുമരകത്ത് 54 കിലോമീറ്റർ. ഈ ഒരു കാറ്റിൽ കോട്ടയം കുമരകം റോഡിൽ ഒരു വൻ മരം കടപുഴകി വീഴുകയും ഏറെ നേരം രാത്രി വൈകി ഗതാഗത തടസ്സം ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ പിന്നീട് അത് മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാറ്റാണ് വലിയ വില്ലനായി നിൽക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇപ്പം മീനച്ചിലാറ്റിലും ഒക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പത്തനംതിട്ടയിൽ കൂടി കടന്നു പോകുന്ന മണിമലയാറ്റിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇടയ്ക്കിടെ അതിശക്തമായ മഴ പെയ്യുന്നു എന്ന നിലയാണുള്ളത്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന മഴയോ അല്ലെങ്കിൽ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയോ എന്ന നിലയിലില്ല. ഇടയ്ക്ക് അതിശക്തമായ മഴ പെയ്യുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വില്ലനായി നിൽക്കുന്ന കാറ്റാണ്. ഇന്നലെ കോട്ടയം ചുങ്കത്ത് ഒരു വലിയ മരം മുറിഞ്ഞു വീണ് ഏതാണ്ട് ഉച്ച കഴിഞ്ഞു. ഏതാണ്ട് 4 മണി 5 മണിയോടുകൂടി മാത്രമാണ് അതെല്ലാം പൂർണ്ണമായും മുറിച്ചു മാറ്റാനായത്. അതുപോലെ തന്നെ ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ അവിടെ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ പോയപ്പോൾ തൊഴിലാളിയായ മുനിയസ്വാമി റബ്ബർ മരം ഒടിഞ്ഞ് വീണ് ഇതിൻ്റെ സ്കൂട്ടറിൻ്റെ മുകളിലേക്ക് വീണ് അദ്ദേഹം മരിക്കുന്ന സാഹചര്യം ഇന്നലെ ഒരു ദുരിതമായി നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ മലയോര മേഖലകളേറെയുള്ള സ്ഥലമാണ് ഈ കോട്ടയമായിക്കോട്ടെ, സമീപ ജില്ലകളൊക്കെയും അങ്ങനെയാണ്. അവിടെ ഉരുൾപൊട്ടൽ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു. തുടർച്ചയായി ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു സമയം, അത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. കോട്ടയത്ത് തന്നെ മൂന്നിലവും അതേപോലെ തലനാട്, തീക്കോയി, വിവിധ പഞ്ചായത്തുകളുടെ കൂട്ടിക്കൽ പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇത്തരം സാധ്യതാ മേഖലകളുണ്ട്. അപ്പർ കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതിനകം തന്നെ വെള്ളം ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ കോട്ടയത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ചങ്ങനാശ്ശേരി താലൂക്കിൽ തുറന്നിട്ടുണ്ട്. അതായത് നിലവിൽ ഇങ്ങനെയല്ല, ഇതിനപ്പുറത്തേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. വെള്ളം അങ്ങോട്ട് കിഴക്കൻ വെള്ളം എത്തുന്ന സമയത്ത് ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പ് കോട്ടയത്തും ചങ്ങനാശ്ശേരി താലൂക്കിലും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മഴ പൂർണ്ണമായും രാവിലെ മാറിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും ഏത് സമയവും പെയ്യാവുന്ന നിലയിൽ തന്നെയാണുള്ളത്. ചാറ്റൽ മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് അത് ശക്തമായി മാറുന്നു. ഇന്നലെ പകൽ കാര്യമായി പെയ്തില്ല, പക്ഷേ രാത്രി നല്ല മഴയായിരുന്നു. ശ്രീജ. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ജാഗ്രതയിൽ തന്നെയാണ് പ്രത്യേകിച്ച് കോട്ടയത്തും കുട്ടനാടിൻ്റെ അപ്പർ കുട്ടനാടിൻ്റെ മേഖലകളായ കുമരകം പോലെയുള്ള ഭാഗത്തുമൊക്കെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ആശങ്ക ഇപ്പോൾ ഉണ്ടാവുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. KV ബൈജു കാസർഗോഡ് എന്ന്. ബൈജു, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാൻ പറ്റിയൊരു അവസ്ഥയാണോ കാസർഗോഡ് എന്ന് അറിയില്ല. പലയിടത്തും പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്, പലയിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? രാവിലെ നല്ല മഴയുണ്ടോ? ശ്രീജ, ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം. ഇതിന്റെ കരയിൽ താമസിക്കുന്നവരെല്ലാം തന്നെ ആശങ്കയിലാണ്. പലരും ഇവിടെ നിന്നും വീട് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഏത് കാലവർഷത്തിലും ആദ്യം ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് ഈ തേജസ്വിനി. മാത്രമല്ല മലയോര മേഖലകളിലും വലിയ തോതിലുള്ള നമുക്കിപ്പോൾ ശ്രീജ ദൃശ്യങ്ങൾ കാണാം. ഇത് തേജസ്വിനി പുഴയുടെ തീരത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഏതായാലും നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. ആ പ്രദേശത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. തേജസ്വിനി പുഴയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ പ്രദേശവാസികൾ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീജ, നമുക്ക് കാണാം ഇപ്പോൾ ഇതിന്റെ ഒരു തുടക്കത്തിൽ തന്നെ അരയോളം വെള്ളം എത്തിയിരിക്കുന്ന. എന്താണ് നിലവിലൊരു സാഹചര്യം ഇവിടെ? ഇന്നലെ രാവിലെ 10 മണി മുതലാണ് തേജസ്വിനി പുഴ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിട്ടുള്ളത്. രാത്രി ഏകദേശം ഒരു 12 മണി വരെ അതിശക്തമായ രീതിയിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വെള്ളത്തിന് ചെറിയൊരു
മാറ്റം വന്നിട്ടുണ്ട്. വെള്ളം ഇറങ്ങി തുടങ്ങി. ഈ പ്രദേശത്തെ 200ഓളം വീടുകൾ ഇന്നലെ മുതൽ വെള്ളത്തിനടിയിലാണ്. 6ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി പ്രായമായവരും രോഗികളായിട്ടുള്ള ആൾക്കാരുള്ള 6ഓളം കുടുംബങ്ങളെ ഇന്നലെ വൈകിട്ട് തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ഇനിയും ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ വെള്ളം കയറാനുള്ള ഒരു സാഹചര്യം എന്താണ് സ്ഥിരമായി ഈ പൊടോത്തുരുത്തി പ്രദേശം തേജസ്വിനിക്കരയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ്. തേജസ്വിനി പുഴ കരകവിയുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും ഈ വർഷം തന്നെ ഇത് 3ാമത്തെ തവണയാണ് ഈ പ്രദേശം ഇങ്ങനെ വെള്ളത്തിനടിയിലാവുന്നത്. എന്താണ് ഇങ്ങനെ ഒരു വെള്ളം ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെ കൂടുതൽ വെള്ളം കയറി? ഈ മഴ തന്നെയാണോ അല്ല? മഴ തന്നെയാണ്. മഴയും അതുപോലെ തന്നെ കേരള കർണാടക അതിർത്തിയിലുള്ള വനാതിർത്തിയിൽ പെയ്യുന്ന മഴയൊക്കെ തന്നെ. പ്രത്യേകിച്ച് കൊടക് മേഖലകളിൽ പെയ്യുന്ന ആ മഴ അത് ആ മുഴുവൻ വെള്ളവും എത്തുന്നത് ഈ പ്രദേശത്താണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കൊടകിൽ മഴ പെയ്താൽ ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ഈ ഒരു ഇവിടേക്ക് ധാരാളം വീടുകളുണ്ട്. ഇവിടെ ആ വീടുകളിലുള്ള ആളുകളെല്ലാം തന്നെ കുറെ അധികം പേരെ ഇവിടെ നിന്ന് മാറ്റി താമസിച്ചിട്ടുണ്ട്. പലരും മാറാൻ തയ്യാറാകാറില്ല. പലരും ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും എത്ര വീടുകളുണ്ട് ഈ പൊടോത്തുരുത്തി ദ്വീപിൽ മാത്രം 120 വീടുകളുണ്ട്. ഈ 120 വീടുകൾ ഇന്നലെ മുതൽ വെള്ളത്തിനടിയിലാണ്. ഇനി തൊട്ടടുത്ത പ്രദേശങ്ങളായ ചാത്തമത്ത്, പാലായി, കാര്യംകോട് പ്രദേശങ്ങളിലെ മുഴുവൻ വീടുകളും പുഴയോരത്തുള്ള മുഴുവൻ വീടുകളും വെള്ളത്തിനടിയിലാണ്. തേജസ്വിനി പുഴയുടെ തേജസ്വിനി പുഴയുടെ തീരത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും പിന്നെ ഇപ്പൊ വെള്ളത്തിനടിയിലാണ്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കൂടുതൽ ആൾക്കാരെ ഇനി മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. വെള്ളം ഉയരുന്ന ഒരു അവസ്ഥ ഉണ്ടാണെങ്കിൽ മുഴുവൻ ആൾക്കാരെയും മാറ്റി താമസിപ്പിക്കേണ്ടി വരും. ബൈജു, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ? ഇവര് ഇതിനോട് എത്രമാത്രം യൂസ്ഡ് ആണ്? ഇങ്ങനെ വെള്ളം സ്ഥിരമായി കയറാറുണ്ടെങ്കിൽ അതിനൊരു പകരം സംവിധാനം, ഇങ്ങനെ വെള്ളം കയറുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പകരം സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? മുതലേ വെള്ളത്തിനടിയിലാണ്. ഈ കാണുന്ന വീടുകളൊക്കെ ഇന്നലെ മുതലേ വെള്ളത്തിനടിയിലാണെന്നുള്ളത് തീർച്ചയായും. ഈ നമ്മൾ ഇത്ര ഇങ്ങനെ ഇനിയും ഇപ്പൊ മഴ ഒരു തുടക്കം തന്നെ ആണ്. ഇനിയും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവും. നമുക്ക് എത്രത്തോളം ഇവരെ ഈ സുരക്ഷിത ഇടങ്ങളിലേക്ക് പാർപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഇതുണ്ട്? അല്ല ഇവിടുന്ന് ക്ലബ്ബുകളോ മറ്റു സംഘടനകളോ എത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കി? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ നമുക്ക് ചാത്തമത്ത് വായനശാലയ്ക്ക് സമീപം ചാത്തമത്ത് പടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയം പിന്നെ ക്യാമ്പായിട്ട് മാറ്റാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകളൊക്കെ തന്നെ ഇന്നലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ഇപ്പോൾ ആളുകളെ മാറ്റിയിട്ടുള്ളത്? ബന്ധുവീടുകളിലേക്കാണോ അല്ല ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കി? ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ റെഡിയാണോ? ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരെ തൽക്കാലം ബന്ധുവീടുകളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ക്യാമ്പുകൾ റെഡിയാണ് അല്ലേ? ക്യാമ്പുകൾ റെഡിയാണ്. ചാത്തമത്ത് ഓഡിറ്റോറിയത്തിൽ ക്യാമ്പ് റെഡിയാണ്. ശ്രീജ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വെള്ളം കൂടി വരികയാണ്. നമ്മൾ തേജസ്വിനി പുഴയുടെ ആ തീരത്ത് ഇതുവരെ എത്തിയിട്ടില്ല. അതിന് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കാണുന്നതാണ് തേജസ്വിനി പുഴ. പുഴയിലേക്ക് നമ്മൾ കൃത്യമായി പുഴയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അരയോളം വെള്ളം നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടുന്ന് കാണാം. ഇവിടെയാണ് നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ താമസിക്കുന്ന ഒരു സാഹചര്യവുമുള്ളത്. എന്നാലും മഴ ഇപ്പോഴും ശക്തിയായി പെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഇവിടെ കാസർഗോഡ് ഉണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് വലിയ തോതിലുള്ള ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നത്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചൽ ഭീഷണി, അതായത് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ശ്രീജ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തോണി. ഇത് ഒരു റോഡാണ്. തോണിയിലൂടെയാണ് ഇവിടെ വീടുകളിലേക്കൊക്കെ ഇവിടെയുള്ള ആളുകൾ ഇവരുടെ ആളുകളെ കുറിച്ച് അന്വേഷിക്കാനും മറ്റുമായ ആളുകൾ പോകുന്നത്. ഇതൊരു റോഡാണ്. റോഡിലൂടെയാണ് നമ്മൾ ഇത്തരത്തിൽ ആ ദൃശ്യം കാണാം. തോണിയിലൂടെ പോകുന്ന ദൃശ്യം നമുക്ക് കാണാം.